നമസ്കാരം, എല്ലാവർക്കും മുല്ലാസ് കുജീനയിലേക്ക് സ്വാഗതം. ഞാനിതിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച മീൻ കറിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മീൻ കറി ഉണ്ടാക്കുന്നതിലേക്കായി ഞാനിവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള 5 മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മീൻ വൃത്തിയാക്കി കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മീൻ കറിയുടെ അരപ്പ് തയ്യാറാക്കുന്നതിലേക്കായി ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട്. വറുത്തെടുക്കുന്നതിന് മുൻപായി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നമുക്ക് വറുത്തെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ തേങ്ങ അപ്രകാരം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോടൊപ്പം ബാക്കിയുള്ള എന്തൊക്കെ ചേരുവകളാണ് വേണ്ടുന്നതെന്ന് നോക്കാം. തേങ്ങയോടൊപ്പം ചേർത്ത് വറുക്കുന്നതിലേക്കായി ഞാനിവിടെ 12 അല്ലി ചെറിയ ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 5 ഉണക്കമുളക്, 1.5 ടീസ്പൂൺ കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുക്കുന്നതിലേക്ക് കടക്കാം. തേങ്ങ വറുക്കുന്നതിലേക്കായി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക് മുറിച്ചത്, കുരുമുളക്, അല്പം കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് തുടരെ ഇളക്കി നല്ല ബ്രൗൺ നിറത്തിൽ ഇത് വറുത്തെടുക്കാവുന്നതാണ്. നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ആ ചൂടിൽ തന്നെ മസാല നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ തേങ്ങാക്കൂട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മീൻ കറി ഉണ്ടാക്കുന്നതിലേക്കായി ഇനി നമുക്ക് ആവശ്യമുള്ളത് പുളിയാണ്. ഇവിടെ ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് കുതിരുവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. മീൻ കറി ഉണ്ടാക്കുന്നതിലേക്കായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങാക്കൂട്ട്, 2 പച്ചമുളക് നെടുകെ പിളർന്നത്, ഒരു ചെറിയ തക്കാളി മുറിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കാം. ഒപ്പം 300 ml പച്ചവെള്ളം കൂടി ചേർത്ത് നമ്മൾ കുതിരുവാൻ വെച്ചേക്കുന്ന പുളി പിഴിഞ്ഞെടുത്തതും കൂടി അതോടൊപ്പം ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് ഈ കൂട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. മീൻ കറിയുടെ അരപ്പ് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ മൺചട്ടി അടച്ചു വെച്ച് 20 മിനിറ്റ് സമയം ഈ മീൻ കറി നന്നായി വേവിച്ചെടുക്കാം. അതിനുശേഷം മൂടി തുറന്ന് ഒരു 5 മിനിറ്റ് സമയം ഒന്നുകൂടി കുറുകുന്നതിന് വേണ്ടി വയ്ക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മീൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.